ഞാനിവിടെ പഴുത്ത മാങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നന്നായി കഴുകിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതാ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു അനാർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇനി കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചുകൂടെ പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അനാർ